സംഗീതത്തിന്റെ പേരിൽ SMS റിയാലിറ്റി ഷോകളിൽ പങ്കെടുപ്പിച്ച് പാവം കുട്ടികളെ ഇങ്ങനെ തെണ്ടികളാക്കരുതേ എന്ന് പറഞ്ഞ് ഇക്കാലം അത്രയും കയ്യടി നേടിയ ഗാനഗന്ധർവൻ യേശുദാസ് ഒരു റിയാലിറ്റി ഷോ കണ്ട് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചപ്പോൾ സത്യം പറയാമല്ലോ, നെഞ്ചത്ത് കൈവച്ച് ജഗദീശ്വര എന്ന് വിളിച്ചുപോയി. പിന്നീട് വേദിയിൽ കയറി മത്സരാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അമേരിക്കയെ വാഴ്ത്തുന്നത് കൂടി കേട്ടപ്പോൾ കാര്യങ്ങൾ ജഗദീശ്വരന്റെ അടുത്തും നിൽക്കില്ല എന്നും മനസ്സിലായി. എന്തായാലും പരിപാടി കണ്ട പലരും പറയും പോലെ പണത്തിനു മീതെ ദാസേട്ടനും പറക്കില്ല എന്ന് വിശ്വസിക്കാൻ പൊളിറ്റിക്സിനെ കിട്ടില്ല. ഞാൻ ഈ പാടി നിങ്ങളുടെ എല്ലാവരുടെയും വിജയിപ്പിക്കണം. ഒരിക്കലും തെണ്ടിക്കരുത് കുട്ടികളെ കൊണ്ട്. മൃദുലയ്ക്കാണോ ഇമ്മാനുവലിനാണോ എന്ന് നമ്മളെടുത്ത് പറയാൻ പോകുന്നത് മറ്റാരുമല്ല. ഇത്രയും മഹത്തായ വ്യക്തികളോടൊപ്പം, പ്രത്യേകിച്ച് നമ്മളെല്ലാവരും ആരാധിക്കുന്ന സംഗീതജ്ഞനായി നമ്മളെല്ലാവരും ആരാധിക്കുന്ന ദാസാറിന്റെ കൂടെ ഒരു സ്റ്റേജിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു ഞങ്ങൾക്ക് എന്തൊരു കഷ്ടമാണ്. I can't hear you, Trivandrum. Is Mrudula or Kalpana the winner of Idea Star Singer Season 5? Unfortunately, ആ ഉത്തരം പറയുന്നത് ഞാനല്ല. ആ ഉത്തരം നമുക്ക് വേണ്ടി ഈ വേദിയിൽ പ്രൊക്ലെയിം ചെയ്യുന്നത് സംഗീതത്തിന്റെ എല്ലാമായ മലയാളികൾ ആദരിക്കുന്ന നമ്മളുടെ ദാസേട്ടനായിരിക്കും. എന്തിനാ ഇങ്ങനെ ജീവിച്ചിട്ട് സത്യസന്ധതയില്ലാതെ ധർമ്മമില്ലാതെ മലയാളികൾ കാത്തിരിക്കുന്ന ആ റിസൾട്ട് ദാസേട്ടൻ നമുക്ക് വേണ്ടി ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഗുരുഭ്യോ നമഃ, ഗുരുഭ്യോ നമഃ. എന്തിനാണ് ഈ വേഷം കെട്ട്? ഗുരുഭ്യോ നമഃ, ഗുരുഭ്യോ നമഃ. വൃത്തികെട്ട ഇടപാടാണ് ഇത്. എന്നെ കൊണ്ട് ചെയ്യിക്കണമെന്ന് ഓക്കെ. ഇനി ഒരു തീരുമാനം എടുത്തേ പറ്റൂ. വൃത്തികെട്ട ഇടപാടാണ്, വൃത്തികെട്ട ഇടപാടാണ്. ആർക്കായാലും ആ തീരുമാനം ഈശ്വര സങ്കല്പമാണെന്ന് വിചാരിച്ചുകൊണ്ട് കിട്ടിയില്ലെങ്കിലും കിട്ടിയാലും എനിക്ക് വലിയ അപേക്ഷയുള്ളൂ. കുട്ടികളെ കൊണ്ട് തെണ്ടിക്കരുത്, തെണ്ടികളാക്കരുത്. അവര് പിന്നെ എല്ലാത്തിനും തെണ്ടേണ്ടി വരും. പത്മഭൂഷണം പത്മശ്രീയും ഒക്കെ തെണ്ടേണ്ടി വരും. സന്തോഷവും ദുഃഖവും എല്ലാം ഒരുപോലെ ഇരിക്കാൻ ജഗദീശ്വരൻ നിങ്ങൾക്ക് ശക്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തുറക്കുകയാണ്. ഞാൻ ഈ പാടി നിങ്ങളുടെ എല്ലാവരുടെയും വിജയിപ്പിക്കണം. ഒരിക്കലും തെണ്ടിക്കരുത് കുട്ടികളെ കൊണ്ട്. രണ്ടുപേരും സൈഡിലേക്ക് മാറി നിൽക്കും, കാണരുതല്ലോ നിങ്ങള്. എന്തിനാ ഇങ്ങനെ ജീവിച്ചിട്ട് സത്യസന്ധതയില്ലാതെ സ്വന്തം വീട്ടിലുള്ള കാര്യങ്ങൾ പോലും വിൽക്കാൻ നിങ്ങൾക്ക് മടിയില്ലാത്തവരാണ്. എന്തിനാ ഇങ്ങനെ ജീവിച്ചിട്ട് സത്യസന്ധതയില്ലാതെ ധർമ്മമില്ലാതെ. എല്ലാവരും നന്നായിട്ട് കൈയടിച്ച്. എനിക്ക് വലിയ അപേക്ഷയുള്ളൂ. കുട്ടികളെ കൊണ്ട് തെണ്ടിക്കരുത്. എല്ലാവരും നന്നായിട്ട് കൈയടിച്ച്. തെണ്ടികളാക്കരുത്. ഈ രണ്ടുപേർക്കും നന്നായിട്ട് കൈയടിച്ച്. അവര് പിന്നെ എല്ലാത്തിനും തെണ്ടേണ്ടി വരും. പത്മഭൂഷണം പത്മശ്രീയും ഒക്കെ തെണ്ടേണ്ടി വരും. ഇനി രണ്ടുപേരും ഇങ്ങോട്ട് തിരിയുക. എന്തിനാ ഇങ്ങനെ ജീവിച്ചിട്ട് സത്യസന്ധതയില്ലാതെ ധർമ്മമില്ലാതെ. ഇനി സമ്മാനം നേടിയ യുവതിയെ ദാസേട്ടൻ പുകഴ്ത്തുന്നത് കൂടി കേൾക്കുക. കൽപ്പന ഈസ് വണ്ടർഫുൾ. ഈ കുട്ടി ഇവിടെ ജനിക്കണ്ടായിരുന്നു എന്നൊരു സങ്കടമുണ്ട് എനിക്ക്. അവള് അമേരിക്കയിലോ എനിക്ക് തോന്നണം പോയ ജന്മത്തിൽ ചെയ്ത പാപം കൊണ്ടായിരിക്കും ഇങ്ങോട്ട് വന്ന് ജനിച്ചതെന്നാണ് എന്റെ തോന്നല്. പൂർവ്വജന്മത്തിൽ പാപം ചെയ്ത മലയാളികളാകുമോ യേശുദാസിന്റെ പാട്ടുകളും കേൾക്കുന്നത് എന്ന സംശയം ഇപ്പോൾ ബാക്കിയാകുന്നു. പൂർവ്വജന്മത്തിൽ ആരെങ്കിലും ചെയ്ത പാപം കൊണ്ടായാലും അല്ലെങ്കിലും
മലയാളിയായി ജനിച്ചതുകൊണ്ടാണ്, അമേരിക്കയിൽ ജീവിക്കുന്നത് കൊണ്ടല്ല മലയാളികൾ യേശുദാസിനെ ആദരിക്കുന്നത് എന്ന കാര്യം കൂടി ദാസേട്ടൻ ഓർക്കണം.